വിശദമായ വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിയുന്നു. മരുതംകുഴിയിൽ പുതിയ ഓഫീസ് തുറക്കും. ശാസ്തമംഗലത്ത് കോർപ്പറേഷൻ കെട്ടിടത്തിലെ MLA ഓഫീസുമായി ബന്ധപ്പെട്ട നഗരസഭാ കൗൺസിലറുമായി തർക്കമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് തീരുമാനം. എന്തായാലും തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ MLA VK പ്രശാന്താണ് ശാസ്തമംഗലത്തുള്ള ഓഫീസ് ഒഴിയാൻ തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ ഓഫീസ് മരുതംകുഴിയിലായിരിക്കും പ്രവർത്തിക്കുക. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ MLA ഓഫീസുമായി ബന്ധപ്പെട്ട നഗരസഭാ കൗൺസിലറുമായി തർക്കമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനം എന്തായാലും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരണം പിടിക്കുന്നു. അതിനുശേഷം ശാസ്തമംഗലത്തെ MLA ഓഫീസുമായി അവിടുത്തെ കൗൺസിലറുമായി ഉണ്ടായ തർക്ം, ഇവിടെ സ്ഥലപരിമിതി കുറവാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓഫീസുമായി ബന്ധപ്പെട്ട കാലാവധി അവസാനിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൗൺസിലർ MLAയോട് ഈ ഓഫീസ് ഒഴിഞ്ഞു പോകണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടത് ഏറെ ചർച്ചയായത് തന്നെയായിരുന്നു. നമ്മൾ വാർത്ത നൽകിയതുമായിരുന്നു. കൗൺസിലറും MLAയും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. താൻ ഓഫീസ് ഒഴിയാൻ തയ്യാറല്ല എന്നടക്കം MLA അറിയിച്ചിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇതാ VK പ്രശാന്ത് MLA തങ്ങളുടെ ശാസ്തമംഗലത്തെ ഓഫീസ് കെട്ടിടം ഒഴിയുകയാണ്. പുതിയത് മരുതംകുഴിയിലായിരിക്കും പ്രവർത്തിക്കുക. കോർപ്പറേഷൻ കെട്ടിടവുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊക്കെ ഒടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എന്തായാലും എത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, കൗൺസിലർ MLA തർക്കങ്ങൾക്കൊടുവിൽ VK പ്രശാന്ത് തന്റെ ഓഫീസ് കെട്ടിടം ഒഴിയാൻ തീരുമാനമെടുത്തിരിക്കുന്നു. എന്താണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താനിടയായ സാഹചര്യം? മരുതംകുഴിയിലാണ് പുതിയ ഓഫീസ് തുറക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ശ്രീലേഖയും ആയിട്ടുള്ള വിവാദങ്ങൾ, അതായത് ഓഫീസ് സംബന്ധമായിട്ട് ശാസ്തമംഗലം കൗൺസിലർ ആയിട്ടുള്ള ശ്രീലേഖയുമായിട്ടുണ്ടായ ചർച്ചയും അതേ തുടർന്നുണ്ടായ വിവാദവും ഒക്കെ തന്നെയാണ് VK പ്രശാന്ത് MLA തന്റെ ഓഫീസ് ഒഴിയാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷത്തോളമായിട്ട് ശാസ്തമംഗലത്തെ ഓഫീസിലാണ് MLA പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഓഫീസ് ഒഴിയാൻ VK പ്രശാന്ത് MLA തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും MLA പറയുന്ന ഒരു കാര്യം, വിവാദങ്ങൾ തുടരേണ്ടതില്ല എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് ഓഫീസ് ഒഴിയാനുള്ള തീരുമാനം എടുത്തത് എന്നുള്ളതാണ്. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി MLA ഓഫീസ് അതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം പാർട്ടി എടുത്തു. ഒപ്പമുണ്ടായിരുന്നവരൊക്കെ തന്നെ അതേ കാര്യമാണ് തന്നോട് പറഞ്ഞത്. അത് പ്രകാരമാണ് ഓഫീസ് ഒഴിയാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് VK പ്രശാന്ത് MLA പറഞ്ഞിരിക്കുന്നത്. തുടക്കത്തിൽ ശ്രീലേഖ ഈ ഓഫീസ് ഒഴിയണം എന്നുള്ള ആവശ്യം പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാട് അറിഞ്ഞിരുന്ന വ്യക്തി കൂടിയായിരുന്നു VK പ്രശാന്ത് MLA. കാരണം മാർച്ച് മാസം വരെ തനിക്ക് ആ ഓഫീസിൽ തുടരാനുള്ള അധികാരമുണ്ട്, കരാർ വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് മാർച്ച് മാസം വരെ തുടരും എന്ന് പറഞ്ഞത് കൂടാതെ തന്നെ മെയ് മാസം വരെ കാലാവധി നീട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കത്ത് നഗരസഭാ സെക്രട്ടറിക്ക് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഒരു നിലപാട് മാറ്റവും ഉണ്ടാവില്ല എന്നുള്ളതും അറിയിച്ചതാണ്. അങ്ങനെ ആ കെട്ടിടത്തിൽ നിന്ന് തന്റെ ഓഫീസ് മാറ്റുന്നില്ല. രണ്ടുപേർക്കും, കൗൺസിലർക്കും MLAക്കും അതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. കഴിഞ്ഞ തവണയൊക്കെ തന്നെ അങ്ങനെ പ്രവർത്തിച്ച് തെളിയിച്ചതുമൊക്കെയാണ്. അതുകൊണ്ട് മാറില്ല എന്നുള്ള തീരുമാനം എടുത്തിരുന്നു. പക്ഷേ ഇന്നാണിപ്പോൾ ഈ കെട്ടിടത്തിൽ നിന്ന് MLA ഓഫീസ് ഒഴിയുന്നു എന്നുള്ള കാര്യം MLA വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ തർക്കങ്ങളെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളത് VK പ്രശാന്ത് പറയുന്നു. പുതിയ ഓഫീസ് മരുതംകുഴിയിൽ പ്രവർത്തനം ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും ഇപ്പോൾ VK പ്രശാന്ത് MLA പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പിലോട്ട് അടുക്കുന്ന സമയത്ത് വലിയ തർക്കങ്ങളിലോട്ടോ വിവാദങ്ങളിലേക്കോ കടക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ഓഫീസ് മാറ്റം എന്നുള്ള നിലപാട് മാറ്റത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ. അത് തന്നെയാണ് VK പ്രശാന്ത് MLAയും പറഞ്ഞു വെക്കുന്നത്.